കൊട്ടാരക്കരയിലേക്ക് പോകാം. അവിടെ ഇതാ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ബാലഗോപാൽ മോർണിംഗ് വാക്ക് വിത്ത് ബാലഗോപാൽ എന്നൊരു പ്രോഗ്രാം നടക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. രാജ്കുമാർ കൂടി ചേരുകയാണ്. രാജ്കുമാർ, ഗുഡ് മോർണിംഗ്. സ്ഥാനാർത്ഥിക്കൊപ്പമാണ്. വിവിധ പഞ്ചായത്തുകളിൽ ഈ കൊട്ടാരക്കരയിലെ നഗരപ്രദേശം, അതായത് ഒരു IT നഗരമാക്കി മാറ്റുക എന്ന് പറയുന്ന വലിയ ഒരു പദ്ധതിക്കാണ് മന്ത്രി KN ബാലഗോപാൽ അദ്ദേഹം MLA ആയിട്ടിരിക്കെ ഈ കഴിഞ്ഞ 5 വർഷവും ശ്രമിച്ചത്. നിരവധി സാങ്കേതികമായിട്ടുള്ള ടെക്നിക്കൽ പരമായിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അതേപോലെ തന്നെ കാർഷിക മേഖലയ്ക്കും അടിസ്ഥാന വികസനം ഉൾപ്പെടെ. കൊട്ടാരക്കരയിൽ നീറുന്ന വലിയ ഒരു പ്രശ്നമായിരുന്നു അവിടുത്തെ ഗതാഗതക്കുരുക്ക്. ആ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് അവിടെ ബൈപ്പാസ് അത് വലിയ കീറാമുട്ടിയായിരുന്നു. നാട്ടിലെ ഇപ്പോൾ അവിടെ തന്നെ BJP പ്രവർത്തകർ തന്നെ ഇതിന് പലവട്ടം ശ്രമിച്ചപ്പോഴും ആ വഴി ഭാഗം ഭൂമി ഏറ്റെടുക്കാനൊക്കില്ല എന്നൊക്കെ പറഞ്ഞ് പല തരത്തിലുള്ള പ്രതിസന്ധികളാണ് കോടതി വഴിയൊക്കെ സൃഷ്ടിച്ചത്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇപ്പോൾ KN ബാലഗോപാൽ അവിടെ വേറെ സ്ഥലത്ത് ഭൂമി ഏറ്റെടുത്തു. അതിന് ASI എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ച് ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ ബൈപ്പാസ് നിർമ്മാണം തുടങ്ങാൻ പോകുന്ന ഘട്ടത്തിലേക്ക് അതിപ്പോൾ എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഈ മോർണിംഗ് വാക്ക് എന്ന് പറയുന്നത് എപ്പോഴും മനുഷ്യന് ഒരു ഉന്മേഷം പകരുന്നതും ആരോഗ്യം എല്ലാവരിലും എത്തിക്കുക എന്ന് പറയുന്ന ഒരു സന്ദേശം കൂടിയുണ്ട്. ഇതിപ്പോൾ എല്ലാവരെയും കാണുകയും ചെയ്യുന്നുണ്ട്. ഈ കൊട്ടാരക്കരയിൽ പല വീതികളിൽ നടന്നു കഴിഞ്ഞല്ലോ. എങ്ങനെയുണ്ട്? അതെ, ഇവിടെ ഈ മോർണിംഗ് വാക്ക് എന്ന് പറഞ്ഞാൽ വലിയ ഫ്രഷായിട്ടുള്ള ഒരു സമയമാണ്. അപ്പം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മോള് അനശ്വര വികാരപരമാണ്. അത്രമാത്രം ആവേശം ആളുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വണ്ടി വിടണമല്ല. ഈ മോർണിംഗ് വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷായിട്ട് ആൾ നടക്കുന്നു. പിന്നെ നമ്മളിവിടെ പുതുതായി ചെയ്ത പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്ന സ്ഥലത്തൂടെ നടക്കുന്നത്. നല്ല ഇപ്പോൾ സോഹോയുടെ അവിടെ നിന്നുണ്ടായിരുന്നു, മാർക്കറ്റിൻ്റെ അടുത്ത് നിന്നുണ്ടായിരുന്നു, നല്ല റോഡുകൾ, അങ്ങനെയുള്ള സ്ഥലത്തെല്ലാമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവർക്കെല്ലാം ഇത്രയും കാര്യങ്ങൾ നടന്നതിൻ്റെ ഒരു ഇൻഫർമേഷൻ കൂടിയാണ്, രണ്ടുകൂടെ ചേർത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. പിന്നെ വ്യായാമ ശീലത്തിൻ്റെ കാര്യമുണ്ട്. ഇത് ഞാൻ MP ആയിരിക്കുമ്പോഴും മന്ത്രിയായപ്പോഴും ഏറ്റവും കൂടുതൽ സ്പോർട്സിൻ്റെ സ്ഥലങ്ങളും ഓപ്പൺ ജിമ്മുകളും ഒക്കെ തുടങ്ങുന്നതിന് പണം മാറ്റിവെച്ച് തുടങ്ങിയതും അങ്ങനെയുണ്ട്. ഇങ്ങനെ കൊല്ലത്ത് അഡ്വഞ്ചർ പാർക്കിൽ ഫസ്റ്റ് ഓപ്പൺ ജിം കേരളത്തിലെ കൊല്ലം അഡ്വഞ്ചർ പാർക്ക്. അപ്പോൾ വിദേശത്ത് പോയി കണ്ടിട്ട് ഞങ്ങൾ വിദേശങ്ങളിൽ ഒന്ന് പോയപ്പോൾ, അന്ന് MP ആയിരിക്കുമ്പോൾ പോയപ്പോൾ കണ്ട എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. ഓപ്പൺ ജിമ്മാണ്, ആൾക്കെല്ലാം വന്ന് കയറിയിരിക്കാം. അങ്ങനെയുള്ള ജിമ്മിൻ്റെ കൺസെപ്റ്റ് വെച്ച് നമ്മൾ അവിടെ തുടങ്ങിയത്. ഈ കൊട്ടാരക്കരയിൽ ഇപ്പോൾ ഒരു യൂത്ത്, അത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ യൂത്ത് എല്ലാം മൈഗ്രേഷൻ, അത് പല രാജ്യങ്ങളിലേക്ക് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുമ്പോഴാണ് അവരെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടുന്ന ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരികയല്ലേ. കൊട്ടാരക്കര മാത്രമല്ല, കേരളത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഞാൻ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിക്കും മുതൽ കേരളത്തിൽ കൂടുതൽ എഡ്യൂക്കേഷനും റിസർച്ചും തൊഴിലും, ഇവിടെ തന്നെ കൂടുതൽ തൊഴിൽ കിട്ടാനും അതിന് പറ്റുന്ന പദ്ധതികളും എന്ന നിലയിലുള്ള പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. കാരണം കേരളത്തിൻ്റെ ഭാവി എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ തലമുറ ലോകത്തെവിടെയും പോകാൻ കപ്പാസിറ്റി ഉള്ളവരാണ്, കഴിവുള്ളവരാണ്. പക്ഷേ അവർക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം വരികയും മറ്റ് സ്ഥലത്തുനിന്ന് ആളുകൾ ഇവിടേക്ക് വരണം എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ വികസനത്തെക്കുറിച്ച് നമ്മൾ ഈ ചർച്ച ചെയ്യാണ്. ഇപ്പോൾ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കൂടിയായിരുന്നു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. ജില്ലയിലെ ആകെ ഒരു രാഷ്ട്രീയ ചിത്രം നമുക്ക് 11 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ വട്ടം പോയ 2 മണ്ഡലം തിരിച്ചു പിടിക്കാൻ ഇതൊക്കെ നമ്മൾ എത്രത്തോളം ഒരു പരിശ്രമം? നല്ലതുപോലെ ഉള്ള മുന്നേറ്റമാണ് ജില്ലയിലാകെ ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട സീറ്റുകളിലുൾപ്പെടെ വളരെ നല്ല മത്സരമാണ്. 2 സീറ്റാണ് നഷ്ടപ്പെട്ടത്. അവിടെ ഉൾപ്പെടെ അടുത്ത വർഷം മുന്നിലേക്ക് വരുന്ന സ്ഥലത്തിലേക്ക് ഉള്ള ഒരു ട്രെൻഡുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. വളരെ നല്ല പ്രവർത്തനമാണ് നടക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയം അറിയാമല്ലോ, ഈ വികസനമെല്ലാം മാറ്റി വിവാദങ്ങളിൽ മുഖ്യമന്ത്രിയെ പോലും അവിടെ യോഗങ്ങൾ, മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം അലങ്കോലമാക്കാൻ പോലും ഒരു തീവ്ര ശ്രമം നടക്കുകയാണ്. അത് വികസനത്തിൻ്റെ രാഷ്ട്രീയം പറയാനും രാജ്യത്തിൻ്റെ താല്പര്യമുള്ള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വികസനം ചേരുന്നത് ജനങ്ങളെ എല്ലാം കൂടെ കൂട്ടിച്ചേർക്കുമ്പോഴാണ്. ആ രാഷ്ട്രീയം പറയാൻ അവർ തയ്യാറല്ല. കോൺഗ്രസ്, BJP
അതുകൊണ്ടാണ് വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. വിവാദമാകുമ്പോൾ അതിന് പിന്നാലെ പോകുമല്ലോ. രാഷ്ട്രീയം പറയാൻ തയ്യാറില്ല. അതിപ്പോ ഈ ചൂരൽമല പ്രശ്നം പോലും അതെല്ലാം മുക്കാനുള്ളൊരു ശ്രമം. എങ്ങോട്ട് പോവാ? ചൂരൽമല ഫണ്ട് ആ, ആയിഷു പോലും കത്തി നിൽക്കുകയാണ്. ചൂരൽമല ഫണ്ട്, ഹരിയാനയിൽ നിന്ന് എന്തൊക്കെ വിവാദവും ഫണ്ടിനെ സംബന്ധിച്ചുണ്ട്. ധാരാളം പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ മറയ്ക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും വിവാദം അവർ പറയാൻ ശ്രമിക്കുക. ജനം പക്ഷേ അത് മനസ്സിലാക്കും. അപ്പോൾ കെ എൻ ബാലഗോപാൽ കൊട്ടാരക്കര ഇടതുമുന്നണി സ്ഥാനാർത്ഥി അദ്ദേഹം വളരെ ആവേശത്തിലാണ്. ഈ കൊട്ടാരക്കര മാത്രമല്ല കേരളത്തിലെമ്പാടും ഇപ്പോൾ പെൻഷൻ വിതരണമൊക്കെ ശക്തമായി നടക്കുന്നുണ്ടല്ലോ. പെൻഷൻ വിതരണം ഇപ്പം 2 മാസത്തെ പെൻഷനാണ്. വിഷുവും ഈസ്റ്ററും പ്രമാണിച്ച് നമ്മൾ അഡ്വാൻസ് ചെയ്ത് കൊടുക്കുന്ന രീതിയുണ്ട് നേരത്തെ. അപ്പം പ്രധാന ആഘോഷം വരുമ്പോൾ ആ മാസത്തെ പെൻഷൻ ആദ്യം തന്നെ കൊടുക്കും. അങ്ങനെ ഇപ്പം 4000 രൂപ എല്ലാവർക്കും കൊടുത്തു. 62 ലക്ഷം പേർക്ക്. ഇതെല്ലാം ഖജനാവ് അടച്ചു കൂട്ടുമെന്ന് പറയുന്ന ആളുകളുടെ മുന്നിലാണെന്ന് മനസ്സിലാക്കണം. കൃത്യമായിട്ടെല്ലാം നടക്കുന്നുണ്ട്. മാർച്ച് 31 വളരെ എഫക്റ്റീവായി എല്ലാ കാര്യവും ചെയ്ത ഇന്നലെയായിരുന്നല്ലോ മാർച്ച് 31. ട്രഷറി ഊട്ടിയിൽ ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് വരുന്ന ദിവസമാണ്. അതെല്ലാം കൊടുത്തു. വിജയകരമായിരുന്നു. എല്ലാം നന്നായിരുന്നു. അപ്പോൾ എല്ലാവിധ വിജയാശംസകളും. ഓക്കെ. അപ്പോൾ കൊട്ടാരക്കരയിൽ മോർണിംഗ് വാക്ക് വിത്ത് കെ എൻ ബാലഗോപാൽ എന്ന് പറയുന്ന ആ ക്യാമ്പയിനിലാണ് അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞത്.